ഇറാൻ ഇസ്രായേൽ യുദ്ധം രൂക്ഷമായതോടെ രാജ്യാന്തര വിപണിയിൽ എണ്ണവില കുതിച്ചു കയറുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ റഷ്യൻ എണ്ണ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് രാജ്യങ്ങൾക്ക് അനുമതി നൽകിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം. 2022 ആഗസ്റ്റ് ശേഷം ആദ്യമായി ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 മുകളിൽ എത്തിയതോടെയാണ് വിപണിയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ അമേരിക്ക പുതിയ ലൈസൻസ് അനുവദിച്ചത്. നിലവിൽ കടലിൽ കുടുങ്ങിക്കിടക്കുന്ന റഷ്യൻ എണ്ണ വാങ്ങുന്നതിനായി രാജ്യങ്ങൾക്ക് താൽക്കാലിക അനുമതി നൽകുകയാണെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റാണ് അറിയിച്ചത്. നിലവിലുള്ള എണ്ണ ലഭ്യത ഉറപ്പാക്കാനായി എടുത്ത ഒരു ഹ്രസ്വകാല നടപടി മാത്രമാണ് ഇതെന്നും ട്രഷറി വകുപ്പ് പറയുന്നുണ്ട്. മാർച്ച് 12 കപ്പലുകളിൽ കയറ്റിയ റഷ്യൻ അസംസ്കൃത എണ്ണയ്ക്കോ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കോ മാത്രമാണ് ഈ ഇളവ് ബാധകമാകുക. ഏപ്രിൽ 11 വരെയാണ് ഈ ലൈസൻസിന്റെ കാലാവധി. ഖനനവേളയിൽ ഈടാക്കുന്ന നികുതിയിലൂടെയാണ് റഷ്യൻ സർക്കാരിന് പ്രധാന വരുമാനം ലഭിക്കുന്നതെന്നും അതിനാൽ കടലിൽ എത്തിക്കഴിഞ്ഞ ഈ എണ്ണ വിറ്റഴിക്കുന്നത് റഷ്യക്ക് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കില്ലെന്നും കൂടെ സ്കോട്ട് ബെസന്റ് പറയുന്നു. രണ്ടാം വാരത്തിലേക്ക് കടന്ന ഇറാൻ യുദ്ധത്തെ തുടർന്ന് ലോകത്തെ 1/5 എണ്ണ വിതരണം നടക്കുന്ന ഹോർമുസ് കടലിടുക്ക് നിലവിൽ അടച്ചിട്ടിരിക്കുകയാണ്. ഇതാണ് എണ്ണവില കുതിച്ചുയരാൻ പ്രധാന കാരണമായത്. യുദ്ധം പെട്ടെന്ന് അവസാനിച്ചാൽ പോലും ഹോർമുസ് കടലിടുക്ക് ഉടൻ തുറക്കാനിടയില്ലെന്ന് സാമ്പത്തിക വിദഗ്ധരും നിരീക്ഷകരും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ സാഹചര്യത്തിൽ കടുത്ത ഊർജ്ജ പ്രതിസന്ധി മറികടക്കാനാണ് റഷ്യൻ എണ്ണയുടെ കാര്യത്തിൽ അമേരിക്ക ഇപ്പോൾ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരിക്കുന്നത്. അതിനിടെ അമേരിക്കയ്ക്ക് ശക്തമായ താക്കീതാണ് ഇറാന്റെ പുതിയ നേതാവ് അയത്തുള്ള മുജ്തബ ഖമനയി നൽകിയത്. ഇറാന്റെ പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ആദ്യമായി രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ എല്ലാ സൈനിക കേന്ദ്രങ്ങളും ഉടൻ അടച്ചുപൂട്ടണമെന്നും അല്ലെങ്കിൽ ആക്രമിക്കുമെന്നും മുജ്തബ ഖമനയി മുന്നറിയിപ്പ് നൽകി. അയൽ രാജ്യങ്ങളുമായി സൗഹാർദ്ദത്തിൽ മുന്നോട്ട് പോകാനാണ് ഇറാന്റെ താൽപര്യം. അമേരിക്കയുടെ സൈനിക താവളങ്ങൾ മാത്രമാണ് തങ്ങളിപ്പോൾ ലക്ഷ്യമിടുന്നത്. ഇറാന്റെ ശത്രുക്കളുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിന് ഹോർമുസ് കടലെടുക്ക് അടച്ചിടുന്നത് തുടരുമെന്നും കൂടെ ഖമനയി അറിയിച്ചു. രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചവരുടെ ചോരയ്ക്ക് ഞങ്ങൾ പ്രതികാരം ചോദിക്കും. വിദേശ ശക്തികളെ രാജ്യത്ത് അധിനിവേശം നടത്തുന്നതിൽ നിന്ന് രക്ഷിച്ച സൈന്യത്തിന് നന്ദി അറിയിക്കുന്നു. രാജ്യം പ്രതിസന്ധി നേരിട്ട വേളയിൽ മികച്ച സേവനമാണ് സൈന്യം ചെയ്തത്. യമനിലെയും ഇറാഖിലെയും പ്രതിരോധ സംഘങ്ങളും മികച്ച രീതിയിൽ പ്രവർത്തിച്ചുവെന്നും മുജ്തബ ഖമനയി പറഞ്ഞു. മുജ്തബ ഖമനയിക്ക് ഇറാനിൽ വലിയ പിന്തുണയാണ് ലഭിക്കുന്നതെന്ന് ടെഹ്റാൻ യൂണിവേഴ്സിറ്റി അസോസിയേറ്റ് പ്രൊഫസർ സുഹ്റ ഖർസ്മി അൽ ജസീറ ചാനലിനോട് പറഞ്ഞു. തെരുവുകളിൽ നിരവധി പേരാണ് ഇദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. അമേരിക്കൻ വിരുദ്ധതയിൽ അലി ഖമനേയികൾ ഒരുപടി മുന്നിലാണ് മുജ്തബ എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതേസമയം ഇറാന്റെ വൈദ്യുതി നിലയങ്ങൾ ആക്രമിക്കുന്ന ട്രംപിന്റെ ഭീഷണിക്ക് ഇറാൻ ദേശീയ സുരക്ഷാ സമിതി സെക്രട്ടറി അലി ലാരിജാനി മറുപടിയുമായി രംഗത്ത് വന്നു. ഇറാനിലെ വൈദ്യുതി നിലയങ്ങൾ ആക്രമിച്ചാൽ ഈ മേഖല മൊത്തം ഇരുട്ടിലാക്കുമെന്ന് ലാരിജാനി താക്കീത് ചെയ്തു. 1 മണിക്കൂറിനകം ഇറാന്റെ വൈദ്യുതി നിലയം ആക്രമിക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. എന്നാൽ അരമണിക്കൂറിന് ഗൾഫ് മേഖല മൊത്തം ഇരുട്ടിലാക്കാൻ അറിയാമെന്നും അമേരിക്കൻ സൈനികരെ വേട്ടയാടാൻ ആ അവസരം ഉപയോഗിക്കുമെന്നും ലാരിജാനി പറഞ്ഞു.